ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരകൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 31-ാമത്തെ അധ്യായം. നാരദൻ പ്രചേതസ്സുകളെ ഉപദേശിക്കുന്നു. 11-ാമത്തെ ശ്ലോകം മുതൽ 15-ാമത്തെ ശ്ലോകം വരെ വായിക്കാം. ശ്രുതേന തപസാ വാകിം വചോഭിശ്ചിത്തവൃത്തിഭിഃ ബുദ്ധ്യാ വാകിം നിപുണയാ ബലേനേന്ദ്രിയരാധസാ. കിം വാ യോഗേന സാഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരന്യൈച്ഛ ന യത്രാത്മപ്രദോ ഹരിഃ. ശ്രേയസാമപി സർവേഷാം ആത്മാ ഹ്യവധിരത്തതഃ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മാത്മദപ്രിയഃ. യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തത്സ്കന്ധഭുജോ വശാഖാഃ പ്രാണോപഹാരാച്ഛ യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശിവരാമദോഷി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 31 ശ്ലോകം 11. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണായ നമഃ. ശുദ്ധേന തപസാ വാകിം വചോഭിശ്ചിത്തവൃത്തിഭിഃ ബുദ്ധ്യാ വാകിം നിപുണയാ ബലേനേന്ദ്രിയരാധസാ. വിവർത്തനം. ഭക്തിയുത സേവനമില്ലെങ്കിൽ കഠിന തപസ്സുകൾക്കും ശ്രവണ പ്രക്രിയയ്ക്കും പ്രഭാഷണങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഉന്നത ബുദ്ധിക്കും കരുത്തിനും ഇന്ദ്രിയങ്ങളുടെ ശക്തിക്കുമൊക്കെ എന്തർത്ഥമാണുള്ളത്? ഹരേ കൃഷ്ണ. ശ്ലോകം 12. കിം വാ യോഗേന സാഖ്യേന ന്യാസസ്വാധ്യായോ അഭിം കിം വാ ശ്രേയോഭിരന്വേഷണം യത്ര ആത്മപ്രദാ ഹരിഃ. വിവർത്തനം. അതീന്ദ്രിയ പരിശീലനങ്ങൾ നിഗൂഢയോഗത്തിന്റെ പരിശീലനങ്ങളോ പദാർത്ഥത്തിന്റെ വിശകലനാത്മക പഠനങ്ങളോ കഠിന തപസ്സോ സന്യാസ സ്വീകരണമോ വൈദിക സാഹിത്യ പഠനമോ എന്തു തന്നെയായാലും ആത്യന്തികമായി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയാത്തതാണെങ്കിൽ ഉപയോഗശൂന്യങ്ങളാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ആധ്യാത്മിക പുരോഗതി കൈവരിക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ടെങ്കിലും ആ പ്രക്രിയകളാൽ ഒരുവന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവ തികച്ചും പ്രയോജനരഹിതങ്ങളാണ്. ശ്ലോകം 13. ശ്രേയസ്സാമപി സർവേഷാമാത്മാ ഹി അവധിയർത്ഥ സർവേഷാമപി ഭൂതാനാം ഹരി ആത്മാത്മദാ പ്രിയ. വാസ്തവത്തിൽ എല്ലാ ആത്മസാക്ഷാത്കാരത്തിൻ്റെയും യഥാർത്ഥ പ്രഭവം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. അതിനാൽ സർവമംഗള കർമ്മങ്ങളുടെയും ലക്ഷ്യം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. ശ്ലോകം 14. യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തദ് സ്കന്ധഭുജോപശാഖാ പ്രാണോപഹാരാത് യഥേന്ദ്രിയാണാം തദേവ സർവാർഹണ അച്യുതേജ്യ. വിവർത്തനം. വൃക്ഷത്തിന്റെ വേരിന് പകർന്നു കൊടുക്കുന്ന ജലം അതിന്റെ താഴ്ത്തലയെയും ശിഖരങ്ങളെയും ചില്ലകളെയും മറ്റെല്ലാ ഭാഗങ്ങളെയും ശക്തമാക്കുന്നത് പോലെ
ആമാശയത്തിൽ നൽകുന്ന ആഹാരം ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഇന്ദ്രിയങ്ങളെയും പോഷിപ്പിക്കുന്നത് പോലെ ഭക്തിയുത സേവനത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് സമർപ്പിക്കുന്ന ആരാധനകൾ ആ പരമോന്നത വ്യക്തിത്വത്തിന്റെ ഭാഗങ്ങളായ ദേവന്മാരെയും യാന്ത്രികമായി സംതൃപ്തനാക്കുന്നു. ശ്ലോകം 15. യഥേവ സൂര്യാത് ഭവന്തി വാര പുനശ്ചതസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സരജംഗമാനിം തദാഹരൗ ഏവ ഗുണപ്രവാഹ. വിവർത്തനം: മഴക്കാലത്ത് സൂര്യനിൽ നിന്ന് ജലം ഉത്ഭവിക്കുന്നു. വേനൽക്കാലത്ത് അതേ ജലം വീണ്ടും സൂര്യനാൽ അംഗീരണം ചെയ്യപ്പെടുന്നു. അതേപോലെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കുറെ കാലത്തിനു ശേഷം ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് ചേരുകയും ചെയ്യുന്നു. അതുപോലെ എല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്ന് ഉദ്ഭവിക്കുകയും നിശ്ചിത കാലത്തിനു ശേഷം അദ്ദേഹത്തിലേക്ക് തന്നെ തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ പ്രജേതസ്സുകൾ കൊട്ടാരം ഉപേക്ഷിച്ചു. അവര് ജാജലി മഹർഷി തപസ് ചെയ്തിരുന്ന സമുദ്രതീരത്തെത്തി. അവിടെ ധ്യാനയോഗം അനുഷ്ഠിക്കാൻ ആരംഭിച്ച സമയത്താണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നത്. നാരദ മഹർഷിയെ കണ്ട ഉടനെ അവര് ധ്യാനയോഗ പ്രക്രിയയെല്ലാം നിർത്തി നാരദ മഹർഷിയെ സ്വീകരിച്ചു, ആരാധിച്ചു, അദ്ദേഹത്തെ സ്തുതിച്ചു, അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തി. അല്ലെ, എന്താണ്, ഞങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നേരിട്ട് മഹാദേവനിൽ നിന്നും ഭഗവാനിൽ നിന്നു തന്നെയും ആത്മതത്വം, ഭഗവാനെ കുറിച്ചുള്ള അറിവ് ലഭിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? വളരെ കാലം ഭഗവാന്റെ ദർശനത്തിന് ശേഷം വളരെ കാലം ഞങ്ങൾ ഭൗതിക ജീവിതത്തിൽ മുഴുകിപ്പോയി. അല്ലെ, ഭൗതിക കാര്യങ്ങളിൽ മുഴുകി. ഞങ്ങൾ അങ്ങനെ ഭഗവാൻ പറഞ്ഞു തന്ന കാര്യങ്ങളും മഹാദേവൻ പറഞ്ഞു തന്ന കാര്യങ്ങളും ഒക്കെ കുറെ മറന്നുപോയി. അത് കുറെ കാലം ഞങ്ങൾ പരിശീലിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള ജ്ഞാനം ഉണർത്തുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ആത്മീയ ബോധം ഉണർത്തുന്നതിന് വേണ്ടി, ഞങ്ങളെ ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങ് ദയവായി ഞങ്ങൾക്ക് ആത്മജ്ഞാനം ഉപദേശിക്കണം എന്ന് പ്രജേതസ്സുകൾ നാരദ മഹർഷിയോട് അപേക്ഷിച്ചു. അപ്പോൾ ആ സമയത്ത് നാരദ മഹർഷിക്ക് വലിയ സന്തോഷമായി. നാരദ മഹർഷി ഉടൻ തന്നെ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ജീവൻ, ഒരു വ്യക്തിയുടെ ജന്മം പൂർണ്ണമാകുന്നത് ഹരിസേവയാ, ഭഗവാൻ ഹരിയെ സേവിക്കുന്നതിലൂടെയാണ്. നൃണാം യേന ഹി വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വര. ഭഗവാൻ ഹരിയെ സേവിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജന്മം പൂർണ്ണമാകുന്നത്, സഫലമാകുന്നത്. ഭഗവാൻ ഹരിയെ സേവിക്കാതെ ഒരു വ്യക്തിയുടെയും ജീവിതം പൂർണ്ണമാകുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഒരു വ്യക്തിക്ക് 3 തരം ജന്മങ്ങൾ ഉണ്ടാകാം. ഭാഗ്യമുള്ള വ്യക്തിക്ക് 3 ജന്മങ്ങൾ ലഭിക്കും. ശൗക്രം, സാവിത്രം, യാജ്ഞികം എന്ന് പറഞ്ഞ് 3 ജന്മങ്ങൾ ലഭിക്കും. ഈ 3 ജന്മങ്ങൾ ലഭിച്ചിട്ടും ശൗക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്നുള്ള ജന്മം, സാവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീയ ഗുരുവിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം, ദ്വിജനായിട്ട് മാറുന്നത്, ആത്മീയ ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ ലഭിക്കുന്നത്, അതാണ് സാവിത്രം. യാജ്ഞികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനം ലഭിക്കുന്നത്, ഭഗവാന്റെ സേവനം ലഭിക്കാനുള്ള അവസരം കിട്ടുന്നത്. ഇങ്ങനെ 3 അവസ്ഥകൾ ഉണ്ടായിട്ടും ഒരു വ്യക്തി ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, ഭക്തി ചെയ്യുന്നില്ലെങ്കിൽ, ആ വ്യക്തിയുടെ ആ 3 ജന്മങ്ങളും, ഭാഗ്യം കൊണ്ട് ലഭിച്ച ആ 3 ജന്മങ്ങളും പാഴായി പോകും. അതുകൊണ്ട് അത് ഉപയോഗശൂന്യമാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാനെ മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും യഥാർത്ഥ പൂർണ്ണതയില്ല, അതൊന്നും യഥാർത്ഥ ഉദ്ദേശത്തിൽ എത്തിച്ചേരുന്നില്ല, അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുന്നില്ല എന്നാണ് നാരദ മഹർഷി എടുത്തു പറയുന്നത്. 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്രുതേന തപസാവാകിം വാചോഭി ചിത്തവൃത്തിഭി ബുദ്ധ്യാവാകിം നിപുണയാ ബലേനേന്ദ്രിയരാധസ. നാരദ മഹർഷി ചോദിക്കുന്നത്, ശ്രുതേന തപസാവാകിം,
ശ്രുതേന. ഒരു വ്യക്തി വലിയ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, അല്ലെ? ത്രിവേദി, ചതുർവേദി എന്നൊക്കെ പറഞ്ഞിട്ട് വേദങ്ങളൊക്കെ പഠിച്ച വ്യക്തികൾക്ക് അവർക്ക് ഡിഗ്രി ലഭിച്ചിട്ടുണ്ട്. വേദം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, വേദവാദനാണ്, വിപ്രനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ ഉദ്ദേശം എന്താണ്, വേദങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ ഭഗവാന്റെ ഉദ്ദേശം എന്താണ്, ഭഗവാൻ ആരാണ്, എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്ന് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേദപഠനം കൊണ്ട് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അല്ലെ, ചില ആളുകൾ വേദം പഠിക്കുമ്പോൾ അതിലെ ശ്ലോകങ്ങൾക്കും അതിലെ ഗ്രാമറിനും അത് ചൊല്ലാനുള്ള ഛന്ദസ്സിനും അതിന്റെ വാക്കുകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് അവര് ആ ഒരു വാക്കുകളിൽ മുഴുകിപ്പോകും. യാമിമാം പുഷ്പിതാം വാചം പ്രപതന്തി അവിഭജിത എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും. ഭഗവാനെ മനസ്സിലാക്കാതെ അതിലുള്ള ശ്ലോകങ്ങളിലൊക്കെ മുഴുകിപ്പോയി, അല്ലെ, ശ്ലോകം എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് പദം പിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോയി പോകും. അവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്, എന്താണ് ഭഗവാൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നറിയുന്നില്ല. എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് പദം പിരിക്കേണ്ടത് എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ശങ്കരാചാര്യ ചോദിക്കുന്നു, നഹി നഹി രക്ഷതിതു കൃഞ്ഞുകരണം. ഈ ഗ്രാമർ പഠനം കൊണ്ടും വ്യാകരണം ഒന്നും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല, നമ്മൾക്ക് ഭഗവാനെ കിട്ടാനും പോകുന്നില്ല. ഭജ ഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നാരദ മഹർഷിയും അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അല്ലാതെയുള്ള വേദപഠനം കൊണ്ട് എന്താണ് പ്രയോജനം? ശ്രുതേന വേദപഠനം കൊണ്ട് എന്താണ് പ്രയോജനം? ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആ ശ്ലോകങ്ങളിൽ ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, വ്യാകരണ പഠനം കൊണ്ടും ശ്ലോകപാരായണം കൊണ്ടും വേദപഠനം കൊണ്ടും എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. തപസാവാക്യം, തപസ് കൊണ്ട് ചില ആളുകൾ വലിയ വലിയ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, തപസ്സുകൾ അനുഷ്ഠിക്കുന്നു. പക്ഷെ ആ തപസ്സുകൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നില്ലെങ്കിൽ ആ തപസ് കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. അല്ല, അസുരന്മാർ പോലും വലിയ വലിയ തപസ്സുകൾ ചെയ്യാറുണ്ട്. രാവണൻ വലിയ തപസ് ചെയ്യുന്ന വ്യക്തിയാണ്, രാവണൻ. അതേപോലെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഇവരൊക്കെ വലിയ വലിയ തപസ്സുകൾ ചെയ്തു. പക്ഷെ അവര് ഭഗവാനെ പ്രാർത്ഥിച്ചില്ല, ഭഗവാനെ ഭജിച്ചില്ല, ഭഗവാനെ സ്തുതിച്ചില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അവര് ആലോചിച്ചില്ല. സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയാണ് അവർ തപസ് ചെയ്തത്. അങ്ങനെയുള്ള തപസ് കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ നേരത്തെ തന്നെ ഭാഗവതത്തിൽ ശൗനകാദി മഹർഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ശൗനകാദി മഹർഷിമാർക്ക് സുതഗോസ്വാമി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തപസ്സിന്റെ ഉദ്ദേശം ഭഗവാനെ അറിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. വാസുദേവ പരം തപാസ്, ഒന്നാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. തപസ്സിന്റെ ഉദ്ദേശം വാസുദേവ പരം തപാസ്. വേദം പഠിക്കുന്നതും ഭഗവാൻ വാസുദേവനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. വാസുദേവ പരാവേദ, വാസുദേവ പരാവേദ. വേദം പഠിക്കുന്നത് എന്തിനാണ്? ഭഗവാൻ വാസുദേവനെ അറിയാൻ വേണ്ടിയിട്ടാണ്. വേദങ്ങളൊക്കെ പഠിച്ചിട്ടും എല്ലാ ശ്ലോകവും പഠിച്ചിട്ടും ഭഗവാനെ അറിയുന്നില്ലെങ്കിൽ, ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. ശ്രുതേന തപസാവാക്യം വചോഭി ചിത്തവൃത്തിഭി. വാക്കുകൾ കൊണ്ട്, പ്രഭാഷണങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? അല്ലെ, പ്രഭാഷണങ്ങൾ, നമ്മുടെ സംസാരത്തിന്റെ പ്രയോജനം എന്താണ്? ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, എന്താണ് ഭഗവാൻ പറയുന്നത് എന്ന് സംസാരിക്കുക. അതേപോലെ ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് സംസാരിക്കുക. ഇതാണ് വാചോ വൈകുണ്ഠ ഗുണാനുവർണ്ണനെ അംബരീഷ മഹാരാജാവ് ചെയ്തിട്ടുണ്ട്. ഭഗവാനെ വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അംബരീഷ മഹാരാജാവ് തുറക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ അമ്പലങ്ങളിൽ നടക്കുന്ന പ്രഭാഷണങ്ങളിൽ പോലും ഭഗവാനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നാട്ടിലുള്ള കാര്യമൊക്കെയാണ് പ്രഭാഷണങ്ങളിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് കാര്യം എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. വചോഭി ചിത്തവൃത്തി. ചിത്തവൃത്തി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്, അല്ലെ? ആ ചിന്തകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ടാകണമെങ്കിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ്. മന്മന, നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്, അല്ലെ? ആ മനസ്സ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി, ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്.
എന്ന് നാരദ മഹർഷി പറയുന്നു. വചോ വിശിത്തവൃത്തി ബുദ്ധ്യാവാക്യം നിപുണയാ ബലേനേന്ദ്രിയരാധസ. ബുദ്ധ്യ ഒരു വ്യക്തി വലിയ എക്സ്പേർട്ടാണ്, അല്ല വലിയ ബുദ്ധിമാനാണ്, ഓരോരോ കണ്ടുപിടുത്തങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ആ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ പുറകിൽ അദ്ദേഹം കണ്ടുപിടിക്കുന്ന എല്ലാ ശക്തികളുടെയും പുറകിൽ ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം കൊണ്ട് എന്താണ് പ്രയോജനം? ബുദ്ധി കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ചോദ്യം. അല്ല, ചില ആളുകൾ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ, ആറ്റം ബോംബൊക്കെ ആറ്റം ബോംബ് കണ്ടുപിടിച്ചിട്ട് ലോകത്തിനെ നശിപ്പിക്കും. അപ്പോൾ അത് വിപരീത ദിശയിലേക്ക് പോകും. ഭഗവാനെ അറിയാതെയുള്ള ബുദ്ധി വിപരീത ബുദ്ധിയായിട്ട് പോകും എന്നാണ് പറയുന്നത്. ബുദ്ധിയാവാക്യം നിപുണയ, എക്സ്പേർട്ടാണ്. ചില ആളുകൾ എക്സ്പേർട്ടാണ്, മന്ത്രതന്ത്ര വിശാരദ, മന്ത്രം ചൊല്ലുന്നതിൽ, തന്ത്രം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൽ അതിലൊക്കെ എക്സ്പേർട്ടാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശം ഭഗവാനെ അറിയുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ മന്ത്രതന്ത്രങ്ങൾ കൊണ്ടൊക്കെ എന്താണ് പ്രയോജനം? പല അനേന്ദ്രിയരാധസ, ചില ആളുകൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടാകും, ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടാകും. ആ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാന്റെ സേവനത്തിന്, ഋഷികേശനായിട്ടുള്ള ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആ ഇന്ദ്രിയങ്ങളുടെ ശക്തി കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. അല്ലെ, മനുഷ്യജന്മത്തിൽ മാത്രമേ നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനത്തിന് ഏർപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. മറ്റു ജീവികൾക്കും ഇന്ദ്രിയങ്ങളുണ്ട്, മനുഷ്യനേക്കാൾ ശക്തിയുള്ള ഇന്ദ്രിയങ്ങൾ മറ്റു ജീവികൾക്കുണ്ട്. പക്ഷെ അത് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് പാഴായി പോകും. മനുഷ്യജന്മത്തിലും ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് പാഴായി പോകുന്നില്ലേ എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. കിംവാ യോഗേന സാഖ്യേന, 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കിംവാ യോഗേന സാഖ്യേന ന്യാസ സ്വാധ്യായയോരപി കിംവാ ശ്രേയോഭിരന്വേഷ നയത്രാത്മപ്രദോ ഹരിഹി. യോഗാഭ്യാസം, ചില ആളുകള് യോഗ പരിശീലിക്കുന്നു, യോഗയിൽ എക്സ്പേർട്ടാണ്, അഷ്ടാംഗ യോഗം, പ്രാണായാമം, ഇന്ദ്രിയ നിയന്ത്രണം, ഇതൊക്കെ ചെയ്യാൻ അറിയാം. പക്ഷെ അദ്ദേഹം ആ യോഗാഭ്യാസം കൊണ്ട് ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്നുണ്ടോ? ഭഗവാന്റെ രൂപം അദ്ദേഹത്തിന് മനസ്സിൽ ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല. ഞങ്ങൾ പ്രാണായാമം ചെയ്യുന്നു, ഞങ്ങൾ ബോഡി ഫിറ്റാക്കി വെക്കുന്നു, ഞങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുന്നു എന്ന് പറയും. അതല്ല യോഗത്തിന്റെ ഉദ്ദേശം എന്നാണ് നാരദ മഹർഷി പറയുന്നത്. യോഗേന, യോഗങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് എന്താണ് കാര്യം? അല്ലെ, വാസുദേവ പരായോഗ. ഭഗവാൻ വാസുദേവനെ അറിയുന്നതാണ് എല്ലാ യോഗത്തിന്റെയും ലക്ഷ്യം. എല്ലാ യോഗിമാരിലും ഉത്തമനായിട്ടുള്ള യോഗി ഭഗവാന്റെ ഭക്തനാണ് എന്ന് ഭഗവാൻ 6ാമത്തെ അധ്യായത്തിന് അവസാനം പറയുന്നുമുണ്ട്. യോഗിനാമപി സർവേഷാം മദ്ഗതേൻ അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേ യുക്തതമോ മത. ആരാണോ എന്നെ ഭജിക്കുന്നത്, മനസ്സിൽ എന്നെ കൊണ്ടു നടക്കുന്നത്, ആ വ്യക്തിയാണ് യഥാർത്ഥ യോഗി എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ അറിയാതെയുള്ള യോഗം കൊണ്ടെന്താണ് കാര്യം? യോഗാഭ്യാസം കൊണ്ടെന്താണ് കാര്യം എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. കിംവാ യോഗേന സാഖ്യേന, സാഖ്യയോഗം, ജ്ഞാനയോഗം, അല്ലെ, സാഖ്യയോഗം കൊണ്ടെന്താണ് പ്രയോജനം? വാസുദേവ പരം ജ്ഞാനം, ഭഗവാൻ വാസുദേവനെ അറിയുന്നതിനാണ് ജ്ഞാനം. ഭഗവാൻ വാസുദേവനിൽ നിന്ന് തന്നെയാണ് ജ്ഞാനം വരുന്നത്, ഭഗവാനിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. ഭഗവാനെ അറിയാനാണ് ആ ജ്ഞാനം ഉപയോഗിക്കേണ്ടത്. മത്തസ്മൃതി ജ്ഞാനം ആബോഹനം ച, എന്നിൽ നിന്നാണ് ജ്ഞാനം വരുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം കൃതി സർവസ്യ വിഷ്ഠിതം. അല്ലെ, അറിയേണ്ടതും അറിവ് വരുന്നതും എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ആ ജ്ഞാനത്തിന്റെ ഉപയോഗം എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ജ്ഞാനം. സാഖ്യം. കിംവാ യോഗേന സാഖ്യേന ന്യാസ സ്വാധ്യായയോരപി. ന്യാസം, സന്യാസമെടുത്ത ഒരു വ്യക്തി സന്യാസമെടുത്തു, പക്ഷേ ഭഗവാനെ സേവിക്കുന്നില്ല. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗത എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. സന്യാസമെടുത്തിട്ടും അയോഗത, ഭഗവാനുമായിട്ട് ചേരുന്നില്ല, ഭഗവാനുമായിട്ട് സഹകരിക്കുന്നില്ല, ഭഗവാന്റെ സേവനത്തിലൊന്നും ഏർപ്പെടുന്നില്ല. ദുഃഖമാണ് ഫലം. എന്താണ് സന്യാസം എടുത്തത് കൊണ്ടുള്ള പ്രയോജനം? കാര്യം കർമ്മ കരോതിയ സന്യാസി, കാര്യം ചെയ്യണം, ഭഗവാന്റെ സേവനം ചെയ്യണം. അതിനാണ് സന്യാസം എടുക്കുന്നത്.
അല്ലാതെ സന്യാസം എടുത്തിട്ട് രാഷ്ട്രീയം പറയാനല്ല സന്യാസം എടുക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. സന്യാസ സ്വാധ്യായയോരവി. സ്വാധ്യായം, നമ്മൾ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്താറുണ്ട്. ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ പഠിക്കും, ശ്ലോകമൊക്കെ ചൊല്ലി പഠിക്കും, വേദങ്ങളൊക്കെ പഠിക്കും. ആ സ്വാധ്യായത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ആ സ്വാധ്യായത്തിന്റെയും ലക്ഷ്യം. അല്ലാതെ ഞാൻ പഠിച്ചു മിടുക്കനാവുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ശ്ലോകം ചൊല്ലുക, അതിനു വേണ്ടിയിട്ടല്ല സ്വാധ്യായം. ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഭഗവാൻ അവിടെ എന്താണ് പറയുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണ് സ്വാധ്യായം. കിംവാശ്രയോഭിരന്വേഷ നയത്നാത്മപ്രദോഹരി. ഈ കാര്യങ്ങളൊന്നും, ഇതൊക്കെ ചെയ്തിട്ടും, തപസ് ചെയ്തിട്ടും, യജ്ഞം നടത്തിയിട്ടും, വേദപഠനം നടത്തിയിട്ടും, സ്വാധ്യായം നടത്തിയിട്ടും, ഊഹാപോഹങ്ങൾ നടത്തിയിട്ടും, പ്രഭാഷണങ്ങൾ നടത്തിയിട്ടും ഒന്നും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഭഗവാൻ ഹരിയെ നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ പ്രവൃത്തികളുടെയൊക്കെ പ്രയോജനം എന്താണ് എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ നമ്മൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ശ്രേയസാമപി സർവേഷാം ആത്മാ ഹ്യവതി അർത്ഥത സർവേഷാമപി ഭൂതാനാം ഹരിരാത്മാത്മത പ്രിയ. ഒരു ജീവന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാനെ ലഭിക്കാൻ വേണ്ടിയാണ് എല്ലാ മംഗളകരമായിട്ടുള്ള ചടങ്ങുകളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നത്. എല്ലാ അനുഷ്ഠാനങ്ങളുടെയും എല്ലാ യജ്ഞങ്ങളുടെയും എല്ലാ വഴിപാടുകളുടെയും എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ മംഗളകരമായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിന്റെയും ഉദ്ദേശം എന്താണ്? ഭഗവാൻ ഹരിയെ ലഭിക്കുക എന്നുള്ളതാണ് ആ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഉദ്ദേശം. അതെല്ലാം ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയാണ്, അതെല്ലാം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അങ്ങനെ ഭഗവാന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, ഭഗവാന് സന്തോഷകരമല്ലെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഭഗവാന് സന്തോഷകരമല്ലെങ്കിൽ ആ പ്രവൃത്തികൾ കൊണ്ടൊക്കെ എന്താണ് പ്രയോജനം? അതൊക്കെ വെറും കാണിച്ചുകൂട്ടൽ മാത്രമാണ് എന്നാണ് ഇവിടെ നാരദ മഹർഷി വിശദീകരിക്കുക. അതുകൊണ്ട് പ്രയോജനമില്ല. അതിന്റെ ലക്ഷ്യത്തിൽ, ആ കർമ്മങ്ങളുടെ ലക്ഷ്യത്തിൽ ആ കർമ്മം എത്തിച്ചേരുന്നില്ല എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും, എല്ലാ ആചാരങ്ങളും, എല്ലാ അനുഷ്ഠാനങ്ങളും, എല്ലാ യജ്ഞങ്ങളും, എല്ലാ വേദപഠനവും, എല്ലാ തപസ്സും ഭഗവാനെ അറിയുന്നതിന് വേണ്ടിയാണ്, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ. യജ്ഞത്തിന് വേണ്ടി, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ നേരിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യം എന്താണ്? ഭഗവാനെ മാത്രം പ്രീതിപ്പെടുത്തിയാൽ മതിയോ? നമ്മൾക്ക് 33 കോടി ദേവതമാരുണ്ട്, അവരെയൊക്കെ പ്രീതിപ്പെടുത്തണ്ടേ എന്ന് പ്രജേതസ്സുകൾക്ക് മനസ്സിൽ ചോദ്യമുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നാരദ മഹർഷി അതിനുത്തരം പറയുകയാണ് 14ാമത്തെ ശ്ലോകത്തിൽ. യഥാ തരോർമൂല നിഷേചനേന തൃപ്യന്തി തത്സ്കന്ധഭുജോപശാഖ പ്രാണോപഹാരാച്ഛ യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേച്യ. ശ്രീലപ്രഭാതർ എപ്പോഴും കോട്ട് ചെയ്യുന്ന ശ്ലോകമാണ് അല്ലെ. നിങ്ങൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് മാത്രം പറയുന്നു, ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ദേവന്മാരുടെയൊക്കെ കാര്യം എന്താണ്? ഇവിടെ ഭാഗവതം അനുസരിച്ച് എന്താണ്? ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ തദൈവ സർവാർഹണം അച്യുതേച്യ. ഭഗവാൻ അച്യുതനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്നതിന് തുല്യമാണ്. എല്ലാവരും സ്വാഭാവികമായിട്ട് തൃപ്തരായിക്കൊള്ളും. യജ്ഞശിഷ്ടാശിന സന്തോ മുച്ചന്തേ സർവകീവിഷേ എന്ന് പറയുന്നു. യജ്ഞം കൊണ്ട് എല്ലാ ദേവന്മാരും തൃപ്തരാകും, അങ്ങനെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകും എന്ന് ഭഗവത്ഗീതയിലും പറയുന്നു. അപ്പൊ യജ്ഞം ഭഗവാന് വേണ്ടി സേവനം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും ഒറ്റയടിക്ക് തൃപ്തരാകും. അതെങ്ങനെയാണ്? യഥാ തരോർമൂല നിഷേചനേന. തരു വൃക്ഷം, വൃക്ഷത്തിന്റെ വേരിൽ, തരോർ മൂല നിഷേചനേന, വൃക്ഷത്തിന്റെ വേരിൽ വെള്ളമൊഴിച്ചാൽ മതി അല്ലെ. വൃക്ഷത്തിന്റെ വേരിൽ വെള്ളമൊഴിച്ചാൽ തന്നെ ആ വേരിലൂടെ എല്ലാ ഭാഗത്തും ജലം എത്തിക്കോളും.
നമ്മൾ വെള്ളം വൃക്ഷത്തിന്റെ എല്ലാ ഭാഗത്തും പോയി ഒഴിക്കേണ്ട ആവശ്യമില്ല. മരത്തിന്റെ മുകളിൽ കയറി അതിന്റെ ഇലയിലും പൂവിലും കായിലും തണ്ടിലും ഒക്കെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തൃപ്പന്തി തത്സ്കന്ധ ഭുജോപശാഖ, വേരിൽ വെള്ളം ഒഴിച്ചാൽ എല്ലായിടത്തും വെള്ളം കിട്ടിക്കോളും. മറ്റൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. പ്രാണോപഹാരാച്ചയതേന്ദ്രിയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വായിൽ മാത്രം കൊടുത്താൽ മതി ഭക്ഷണം, വയറ്റിലെത്തിച്ചാൽ മതി ഭക്ഷണം, ഒരു സ്ഥലത്ത് എത്തിച്ചാൽ മതി അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പോഷണം കിട്ടും. അപ്പൊ എന്റെ കണ്ണിന് പോഷണം കിട്ടണം, മൂക്കിന് പോഷണം കിട്ടണം, എല്ലാ അവയവങ്ങൾക്കും ഊർജം കിട്ടണം. അതുകൊണ്ട് ഞാൻ എല്ലാ അവയവങ്ങൾക്കും വേറെ വേറെ കൊടുക്കണം. ചെവിക്ക് ഭക്ഷണം കൊടുക്കണം, മൂക്കിന് കൊടുക്കണം, കണ്ണിന് കൊടുക്കണം, നാക്കിന് കൊടുക്കണം, തലയ്ക്ക് കൊടുക്കണം, കൈക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് വേറെ വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുക്കുന്നത് അവിധിപൂർവകമാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് യജതാം അവിധിപൂർവകം. ദേവന്മാർക്ക് യജ്ഞം സ്വീകരിക്കാനുള്ള കഴിവില്ല. യജ്ഞം സ്വീകരിക്കുന്നത് ഭഗവാനാണ്. ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം. ഞാനാണ് ഭോക്താവ്, എനിക്ക് തരൂ എന്ന് ഭഗവാൻ പറയും. അപ്പോൾ വയറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് മുഴുവൻ പോഷണം കിട്ടുന്നത് പോലെ അച്യുതനെ സേവിച്ചാൽ തഥൈവ സർവാർഹണം അച്യുതേജ്യം. ഭഗവാൻ അച്യുതനെ സേവിച്ചാൽ എല്ലാ ദേവന്മാർക്കും തൃപ്തിയാകും. കാരണം എല്ലാ ദേവന്മാരും ഭഗവാന്റെ ശരീരത്തിലെ അംശമാണ്. അഹം അതിർഹി ദേവാനാവും. എല്ലാ ദേവന്മാരും എന്റെ ശരീരത്തിലെ ഭാഗമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അല്ല, ഇതാണ് ഭാഗവതത്തിലെ സിദ്ധാന്തം അല്ലെ? ഭാഗവതം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവാൻ അരിയെയാണ് സേവിക്കേണ്ടത്, എല്ലാവരും തൃപ്തരായിക്കോളും എന്നാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഹരേ കൃഷ്ണ ജപിക്കുന്നവരും എല്ലാ ദേവന്മാരെയും സ്വാഭാവികമായിട്ട് തൃപ്തരാക്കുന്നുണ്ട്. വേറെ വേറെ തൃപ്തരാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭാഗവതം പ്രസ്താവിക്കുന്നത്. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് തഥൈവ സൂര്യാദ്രഭവന്തി വാര. കാരണം എന്താണ്? ഭഗവാൻ വിഷ്ണുവിൽ നിന്നാണ് എല്ലാറ്റിന്റെയും ഉറവിടം. ഭഗവാൻ വിഷ്ണുവാണ് സർവപ്രപഞ്ചത്തിന്റെയും സർവ്വദേവന്മാരുടെയും ഉറവിടം. ആ ഉറവിടത്തിനെ സേവിക്കുന്നതിലൂടെ എല്ലാവരെയും സേവിക്കാൻ ഒരു ഭക്തന് സാധിക്കും എന്നാണ്. യഥൈവ സൂര്യാത് പ്രഭവന്തി വാര പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമോ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രഭാഹ. ഭഗവാനിൽ നിന്നാണ് ലോകം മുഴുവൻ ഉത്ഭവിക്കുന്നത്, ഭഗവാനിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡ കോടി കോടീശേഷ വസുധാതി വിഭൂതി ഭിന്നം തത് ബ്രഹ്മ നിഷ്കലമനന്ത അശേഷഭൂതം ഗോവിന്ദമാതി പുരുഷം തമഹപ്രചാര. ആ ജഗദണ്ഡ കോടിക്കണക്കിന് ജഗദണ്ഡങ്ങൾ, പ്രപഞ്ചങ്ങൾ മുഴുവൻ വരുന്നത് എവിടുന്നാണ്? ഭഗവാൻ വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ്. ആ ഭഗവാൻ വിഷ്ണുവിനെ സേവിക്കുകയാണെങ്കിൽ എല്ലാവരെയും സേവിക്കുന്നതിന് തുല്യമാണ്. ആ വിഷ്ണു ആരാണ് എന്നും പറയുന്നു. യസൈക നിശ്വസിത കാലമഥാവലംബ്യ ജീവന്തി ലോമ വിലജാ ജഗദണ്ഡനാഥ വിഷ്ണുർ മഹാൻ സൈഹയസ്യ കലാവിശേഷോ ഗോവിന്ദം ആദിപുരുഷം തമഹപ്രജ. എല്ലാ പ്രപഞ്ചങ്ങളും പുറത്തേക്ക് വരുന്ന ആ മഹാവിഷ്ണു ആരാണ്? വിഷ്ണുർ മഹാൻ സൈഹയസ്യ കലാവിശേഷം. ആ മഹാവിഷ്ണു ഭഗവാൻ ഗോവിന്ദന്റെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കലാവിശേഷമാണ്, ഭഗവാന്റെ ഒരു വിസ്തരണമാണ്. ഏകാംശേന സ്ഥിതോ ജഗത് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരെയും ഒരുമിച്ച് സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ആ ഭഗവാനെ സേവിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നാരദ മഹർഷി പ്രജേതസുകൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തുടർന്ന് ഭഗവാന്റെ സേവനത്തിനെ കുറിച്ച് നാരദ മഹർഷി വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.